സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനമിടിച്ചുണ്ടായ അപകടത്തിൽ നടനെതിരെ ആരോപണവുമായി ദൃക്സാക്ഷിയായ സ്ത്രീ. അപകടം നടന്ന ശേഷം മോശമായാണ് സിദ്ധാർത്ഥ് പെരുമാറിയതെന്നും അതുകൊണ്ടാണ് ചുറ്റും കൂടിയവർ പ്രതികരിച്ചതെന്നും ഇവർ പറയുന്നു. "ഇന്നലെ ഞാനൊരു ആക്സിഡന്റ് എൻ്റെ കൺമുന്നിൽ കണ്ടു. കോട്ടയം ലുലുവിൽ നിന്നും ഞാൻ വരുന്ന സമയത്ത് സിദ്ധാർത്ഥ് എന്ന നടൻ ഓടിച്ച കാർ ഇടിച്ച് ഒരാൾ തെറിച്ചു വീണു. ഒരുപാട് നടന്മാരും നടികളും ഇത് ന്യായീകരിച്ചുള്ള വീഡിയോകൾ ഞാൻ കണ്ടു. നിങ്ങൾ വിചാരിക്കുന്നത് സെലിബ്രിറ്റി ആയതുകൊണ്ട് സാധാരണക്കാരന് കൈവെക്കാൻ അവസരം കിട്ടിയപ്പോൾ ചെയ്തതെന്നാണ്. ഒരിക്കലുമല്ല. ജെറ്റ് വരുന്നത് പോലെയാണ് ഈ കാർ വരുന്നത്. സൈഡിൽ കൂടെ നടന്നുപോയ ആളെ ഇടിച്ച് തെറിപ്പിച്ചു. നടുവിലുള്ള ലൈനിൻ്റെ ഇപ്പുറത്ത് വീണു. രക്തത്തിൽ കുളിച്ച് വളഞ്ഞു കിടക്കുകയാണ്. അത് കണ്ട ഞാൻ രണ്ട് ചെവിയും പൊത്തി അലറുകയായിരുന്നു. വെയിറ്റിംഗ് ഷെഡിൻ്റെ സൈഡിൽ ഇടിച്ചു. അവിടെ നിന്നിരുന്ന ഒരാൾ ചാടി. അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ആൾക്കാർ അപകടം പറ്റിയ ആളെയാണ് നോക്കിയത്. തൊടാൻ തന്നെ ഭയം. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയുമല്ല. അയാളുടെ ബാക്കിലാണ് ഇടിച്ചത്. നിങ്ങളുടെ അച്ഛനോ ഭർത്താവിനോ ഈ അവസ്ഥയുണ്ടാൽ നിങ്ങൾ സഹിക്കുമോ?" കാറിൽ നിന്ന് ഇറങ്ങിയ സിദ്ധാർത്ഥ് പ്രഭുവിന് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. ഇടിച്ച് ഇത്രയും ആൾ കൂടുമ്പോൾ ഇവൻ എന്താണ് ചെയ്യേണ്ടത്? കുറഞ്ഞതൊരു "സോറി, എനിക്ക് പറ്റിപ്പോയി, നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാം" എന്നാണ് പറയേണ്ടത്. പക്ഷേ അവൻ അവിടെ കാണിച്ച ഷോ. അവൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ. അവൻ ആളുകളെ തൊഴിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ആളുകൾ കയ്യും കെട്ടി നോക്കി നിൽക്കണോ? ഞാനിന്നും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. ഇത് അറിയാതെ പറ്റിയ അബദ്ധമൊന്നുമല്ല. കുടിച്ച് വെളിവ് കെട്ടിരുന്നു. സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല അവനെ ഇങ്ങനെ ചെയ്തത്. ഇത് ചെയ്താലും സമൂഹം ഇങ്ങനെ തന്നെ പ്രതികരിക്കും. പരിക്കേറ്റയാളെ ആംബുലൻസിൽ കയറ്റാൻ ശ്രമിക്കുമ്പോൾ ആളുകളെ ഇവൻ ചവിട്ടുകയായിരുന്നു. അവനെ ആരും പിടിച്ചു കിടത്തിയതല്ല. അവൻ തന്നെ കുഴഞ്ഞു കിടന്നതാണ്. അവന് നിൽക്കാൻ വയ്യാതെയായിരുന്നുവെന്നും ആ സ്ത്രീ പറയുന്നു. സിദ്ധാർത്ഥിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സോഷ്യൽ മീഡിയയിൽ സിദ്ധാർത്ഥിനെ ജനം ആക്രമിച്ചത് ശരിയായില്ലെന്ന് കമന്റുകൾ വന്നിരുന്നു. പുറത്തുവന്ന വീഡിയോയിൽ ഒരാൾ സിദ്ധാർത്ഥിൻ്റെ കഴുത്തിൽ പിടിച്ച് മുറുക്കുന്നതും കാണാം. കോട്ടയം MC റോഡിൽ വെച്ച് ബുധനാഴ്ച രാത്രി 8:30 സംഭവം.